വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ പേഴ്സ് ഓഫ് ഇക്വേഷൻ. എന്താണ് പേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമവാക്യ ജോഡികൾ. 9ാം ക്ലാസ്സിൻ്റെ ടെസ്റ്റ് മാറ്റമായിരുന്നു, പുതിയ ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ എന്താ നിങ്ങളെ പെയർ ഓഫ് ഇക്വേഷൻസ് എന്നാണ് കേട്ടോ. സമവാക്യ ജോഡികൾ, സമവാക്യം, ഇക്വേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പം നോക്കിയോ നിങ്ങളിവിടെ, ഇപ്പം ഏതോ ഒരു സംഖ്യ അതിൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ നമുക്ക് 12 കിട്ടിയെന്ന, അതായത് സം ഓഫ് എ നമ്പർ ആൻഡ് 4 ഈക്വൽ 12. ഏതോ ഒരു സംഖ്യ അതിൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 12 സംഖ്യ ഏതാണെന്ന് നമുക്കറിയത്തില്ല. മനസ്സിലായോ? സംഖ്യ ഏതാണെന്ന് ഇവിടെ അറിയത്തില്ല. അന്നേരം നമ്മൾ അതിനൊരു പേര് കൊടുക്കുകയാണ് എക്സ് എന്ന്. എന്താ നിങ്ങളെ അതിനൊരു പേര് അറിയാൻ വയ്യാത്ത കേട്ടോ, അതിനെ നമ്മളെ ഇങ്ങനെ ഇടുന്നതിനെ വേരിയബിൾ എന്നാ പറയുന്നത്. എന്താ നിങ്ങളെ വേരിയബിൾ. ഇംഗ്ലീഷ് ആൽഫബറ്റ് ഏതക്ഷരം വേണമെങ്കിലും ഉപയോഗിക്കാം, ABCD അങ്ങനെയുള്ള ഏതക്ഷരം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എന്നാലും പൊതുവേ നമ്മൾ ആൾജിബ്രയ്ക്കകത്തിൽ അല്ലെങ്കിൽ ബീജഗണിതത്തിനകത്തിൽ കൂടുതലായിട്ടും എക്സും വൈയും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ എക്സ് എഴുതിയത്. നിങ്ങൾക്കപ്പോൾ ചോദിക്കാം വേറെ ഏതെങ്കിലും ഏതിട്ടാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എക്സും വൈയും ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് എക്സ് ഇട്ടത്. അപ്പോൾ നമുക്ക് അവിടെ എന്താണെന്ന് അറിയത്തില്ല, അതിനാണ് നമ്മൾ എന്ത് പേര് കൊടുത്തത്? എക്സ് എന്ന പേര് കൊടുത്തത്. മനസ്സിലായോ നിങ്ങളെ? എക്സ് പ്ലസ് 4 ഈസിക്കൽ ടു 12 ആണ് അല്ലേ? അപ്പോൾ എക്സ് എന്തായിരിക്കും നിങ്ങളെ? എക്സ് ഈസിക്കൽ ടു എന്തായിരിക്കും എന്നറിയോ? 12 അല്ലേ? 12. ഈ +4 സമത്തിന് ഇപ്പുറത്ത് വന്നപ്പോൾ എന്തായി? -4 ഈസിക്കൽ ടു എത്ര ആയിരിക്കും? 12 4 പോയാൽ 8 9 10 11 12 8 ആയിരിക്കും കേട്ടോ. എക്സിൻ്റെ വാല്യൂ എത്ര? 8 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണോ ഇതിപ്പോൾ എത്രയോ ആയിക്കോട്ടെ, എന്താണോ നമുക്ക് തരാത്തത് അവിടെ നമുക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ ഒരു പേര് കൊടുക്കും കേട്ടോ. സംഖ്യകളെ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുന്നതിനെയാണ് ആൾജിബ്ര. നമ്മുടെ പാഠത്തിൽ മെൻ്റൽ മാത്ത് ആൻഡ് ആൾജിബ്ര എന്നല്ലേ നിങ്ങളെ കൊടുത്തേക്കുന്നുണ്ട് കണ്ടോ. അതുകൊണ്ടാണ് അത് എന്താണെന്ന് പറഞ്ഞത്. നമ്മുടെ സംഖ്യകളെ നമുക്കിവിടെ സംഖ്യ ഏതാണെന്ന് അറിയത്തില്ല. ആ സംഖ്യയെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കുന്നതിനെയാണ് ആൾജിബ്ര എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഏതെങ്കിലും സം ഓഫ് എ നമ്പർ, അതിനെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ 4 ഈക്വൽ. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ച ഇക്വേഷൻ പെയർ ഓഫ് ഇക്വേഷൻ ആണ്. ഒരു ഇക്വേഷൻ ആവണമെങ്കിൽ എന്തെല്ലാം വേണം കുഞ്ഞുങ്ങളെ? ഇക്വേഷൻ ആകുമ്പോൾ ഫസ്റ്റ് ഈക്വൽ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഈക്വൽ പിന്നോ നോക്കിക്കേ, എക്സ് പ്ലസ്, ഇതൊരു എക്സാമ്പിൾ മാത്രം കേട്ടോ, എക്സ് പ്ലസ് 4 ഈസിക്കൽ ടു 12 നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ? 8ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോഴാണ് 12 വന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഈക്വലിന് ലെഫ്റ്റ് സൈഡിൽ ഇടതുവശത്തുള്ളതിനെ LHS എന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നും, ഈക്വലിന് വലത്തുവശത്തുള്ളതിനെ RHS എന്നും പറയുന്നു, റൈറ്റ് ഹാൻഡ് സൈഡ് എന്നുമാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ കുഞ്ഞിലെ പഠിച്ച, എന്നാലും ഒന്നുകൂടെ പറയാമോ നിങ്ങളെ? ഈ ഇങ്ങനെ എഴുതുന്നതിനെ എന്താ പറയുന്നത്? വേരിയബിൾ ആണ്. പിന്നെ ഈ സംഖ്യകൾക്കൊന്നും ഒരു മാറ്റവും വരത്തില്ല അല്ലേ? അത് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. കോൺസ്റ്റന്റ്, സ്ഥിരമായിട്ടുള്ള കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഇങ്ങനെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇതെന്നല്ല, ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. അതെ, ഇപ്പം വേരിയബിൾ ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്, ഈക്വൽ ഉണ്ട് അല്ലേ? ഇതും കോൺസ്റ്റന്റ് ആണ്. അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്താണ്? ഒരു ഇക്വേഷൻ ആയി. മനസ്സിലായോ? നമ്മുടെ പാഠത്തിൻ്റെ പേരെന്തോന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ, പെയർ ഓഫ് ഇക്വേഷൻ എന്നാട്ടോ. ഞങ്ങൾ എന്താണ്? പെയർ ഓഫ് ഇക്വേഷൻസ്. ഇപ്പം നമ്മളോട് ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് വേണം? ഒരു നോക്കിക്കേ, എക്സ് പ്ലസ് ഓപ്പറേറ്റർ, ഇതിന് എന്താ പ്ലസോ മൈനസോ ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പറേറ്റർ. അപ്പോൾ കോൺസ്റ്റൻ്റ് ഉണ്ട്, ഈക്വൽ ഉണ്ട്, വേരിയബിൾ ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈക്വൽ നോക്കിക്കൊണ്ട് നിങ്ങളെ ഈക്വൽ ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇക്വേഷനായി കേട്ടോ. അപ്പം നമ്മൾ പറയുക, ഇപ്പം ഞാൻ പറയട്ടെ 3 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇക്വേഷൻ ആവുമോ നിങ്ങളെ? ഇതിൻ്റെ ആൻസർ ഇവിടെ ഈ ഇപ്പുറത്തെ സൈഡിലുണ്ടോ? അപ്പം നമ്മളെന്താ ഇങ്ങനെ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. 3 + 2 എന്ന് മാത്രമേ വന്നുള്ളെങ്കിൽ അതിനെ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ സംഖ്യാപദ പ്രയോഗം എന്നാട്ടോ. ന്യൂമറിക്കൽ എന്താ എക്സ്പ്രഷൻസ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്പർ മാത്രമേ ഉള്ളൂ ന്യൂമറിക്കൽ. ഇതിനകത്തിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഒന്നും വന്നിട്ടില്ല. അതിനെ എന്താ പറയുന്നത്? ന്യൂമറിക്കൽ എക്സ്പ്രഷൻ.
PRE എക്സ്പ്രഷൻ. നമ്മൾ 7 CBSE ഉണ്ടോ നിങ്ങളെ ഇത് കേട്ടോ. ഇനി നോക്കി അതിനകത്തിലൊരു വേരിയബിൾ പ്ലസ് 2 ഏതെങ്കിലും ഒരു വേരിയബിളും ഒരു കോൺസ്റ്റൻറ്റും ഉണ്ട് അല്ലേ. വേരിയബിളും കോൺസ്റ്റൻറ്റും ഉണ്ടെങ്കിൽ അത് ആൾജിബ്രിക് എന്ന് നമ്മൾ പറയുന്നതിലും ആൾജബ്രൈക്ക് BRAIC എന്നാട്ടോ, ആൾജിബ്രൈക്ക് എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. ഇതെന്തിനാണ് ഇപ്പോൾ ഈ പറയുന്നതെന്നല്ലേ, ഇനി അങ്ങോട്ടുള്ള കണക്കുകളൊക്കെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? അപ്പോൾ ബേസ് എന്തോന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇക്വേഷൻ നമ്മുടെ പാഠത്തിൻ്റെ പേര് പെയർ ഓഫ് ഇക്വേഷൻ ആയതുകൊണ്ടൊന്ന് പറഞ്ഞ. അപ്പോൾ നമുക്കിനി ഒന്നാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം കണ്ടോ നിങ്ങൾ? ഒന്നാമത്തത്, there are 100 beads black and white in a box, 10 more black than white, how many black and how many white എന്ന് വെച്ചാൽ എന്താ ഇവിടെ ഞാൻ അങ്ങ് ചെയ്ത് ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കൂ നിങ്ങളെ, നമുക്കൊരു ബോക്സ്, ഇവിടെ ഞാനൊരു ബോക്സ്, ഈ ബോക്സിനകത്തിൽ മൊത്തം 100 ബീഡ്സ് ഉണ്ട്. ബീഡ്സ് എന്ന് വെച്ചാൽ മുത്തുകളുണ്ട്. മൊത്തം 100 ബീഡ്സ് മുത്തുകൾ ഇതിനകത്തിൽ ഇട്ടേക്കാം. ഒരു ചെപ്പെന്നോ ഒരു ബോക്സെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞു. കറുപ്പും വെളുപ്പുമായിട്ടുള്ള 100 മുത്തുകളാണ് ഇതിനകത്തിൽ കിടക്കുന്നത്. കറുപ്പും വെളുപ്പുമായിട്ടുള്ള 100 മുത്തുകളാണ് അതിനകത്തിൽ കിടക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നത് വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. അത്രയും മാത്രം ഒരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ നിങ്ങളെ എത്ര പറയുന്നത്? there are 100 beads black and white in a box, 10 more than the white. 10 വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. ഹൗ മെനി ബ്ലാക്ക് ആൻഡ് ഹൗ മെനി വൈറ്റ്? ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടേ ഉത്തരം എഴുതാവും കേട്ടോ. അപ്പം നമുക്ക് എന്താ ഇവിടെ എത്ര ഉണ്ട് എന്ന് നമ്മളോട് സത്യത്തിൽ പറഞ്ഞിട്ടില്ല അല്ലേ. മൊത്തം നമ്പർ തന്നിട്ടുണ്ട് 100 ആണെന്ന് അല്ലേ. ഇങ്ങനെ നമ്മൾ ഈ എഴുതുന്നതിനെയാണ് ഇക്വേഷൻ മെത്തേഡിലോട്ട്. നമുക്കിതിനെ ഇക്വേഷൻ അല്ലാതെ ഞാനൊന്ന് കാണിക്കാൻ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നോക്കണേ. അതായത് റഫായിട്ട് ഞാനൊന്ന് പറയുവാണെങ്കിൽ നമുക്കിവിടെ വൈറ്റ് ബീഡ്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഇത് റഫായിട്ട് ഞാനൊന്ന് കാണിച്ചതാണ് കേട്ടോ. കാരണം ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം നോക്കൂ നിങ്ങളെ. വൈറ്റ് ബീഡ്സിനെ നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ലേ, മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. അറിയാൻ വയ്യാത്തതിനെ നമ്മൾ എക്സ് എന്ന് പറയുന്നു അല്ലേ. ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്ക് ബീഡ്സ് ഈ വെള്ളയേക്കാൾ 10 കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പം വെള്ള എന്ന് പറയുന്നതല്ലേ വൈറ്റ് എന്ന് പറയുന്നത് എക്സ്. ആ എക്സിനേക്കാൾ 10 കൂടുതലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണോ നിങ്ങളെ? വൈറ്റ് ബീഡ്സ് എന്ന് വെച്ചാൽ വെള്ള മുത്തുകൾ എക്സ്, ബ്ലാക്ക് ബീഡ്സ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? വെളുത്ത മുത്തുകൾ ഈ എക്സിനേക്കാൾ 10 കൂടുതലാണ്. ഓർത്തോടെ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് അല്ലേ, വൈറ്റ് ബീഡ്സ് പ്ലസ് വൈറ്റ് ബീഡ്സിനേക്കാൾ 10 കൂടുതലാണ് മറ്റേത് അല്ലേ. ഇപ്പോൾ 2 ഇതുകൊണ്ട് ഇതൊന്ന് രണ്ടിൻ്റെ നമ്മൾ എഴുതുക. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര ഉണ്ട്? 100 എണ്ണം ഉണ്ടെന്ന്. ഇതിന് സംശയമില്ലല്ലോ നിങ്ങളെ. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര? 100 എണ്ണം നമ്മുടെ ബോക്സിലുണ്ടെന്ന്. അപ്പോൾ നോക്കിക്കേ, എക്സ് പ്ലസ് എക്സ്, നിങ്ങളത് എപ്പോഴും ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ. എക്സിനെ എക്സ് കൂട്ടുമ്പോൾ 2x ആണ് കേട്ടോ. ഞാൻ എൻ്റെ ക്ലാസ് കണ്ടവർക്കൊക്കെ അറിയാം. എന്നാൽ എക്സ് ഇൻറ്റു എക്സ് എന്താ കുഞ്ഞുങ്ങളെ? എക്സ് സ്ക്വയറുമാണ് കേട്ടോ. ഇവിടെ അത് പറഞ്ഞ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അതെപ്പോഴും ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. എക്സ് പ്ലസ് എക്സ് ആണെങ്കിൽ 2x എക്സ് ഇൻറ്റു എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയറുമാണ് കേട്ടോ. അത് റഫായിട്ടൊന്ന് പഠിച്ച് വെച്ചേക്കണം. ഇവിടെ അതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി, എക്സ് അധികം എക്സ് 2x പ്ലസ് 10 = 100. പിന്നെ 2x ഇവിടെ വേരിയബിൾ ഏതാണ്? വേരിയബിൾ എന്നൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് ആൽഫബറ്റ് വരുന്നതാണ് ഈ വേരിയബിൾ. ആ 2xനെ അതുപോലെ തന്നെ എഴുതുക. 2x കഴിഞ്ഞിട്ട് ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് ചാടിക്കയറി 10 എന്നങ്ങ് എഴുതി വെക്കല്ലേ കുഞ്ഞുങ്ങളെ. അത് നിങ്ങൾ എല്ലാത്തിനും തെറ്റുന്നിടത്താണ് ഞാൻ ഈ എടുത്ത് പറയുന്നത്. ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത്, എന്താ വന്നത്? 100. അത് കഴിഞ്ഞിട്ട് ഇനി വല്ലതും നമുക്ക് എഴുതാനുണ്ടോ? ഉണ്ട്. എത്ര കുഞ്ഞുങ്ങളെ? ഒരു 10 ഉണ്ട് അല്ലേ. ഈ 10 ഈക്വലിന് ഇപ്പുറത്തല്ലേ കിടക്കുന്നത്. ഈക്വലിന് ഇപ്പുറത്തുള്ളതിനെ ഇപ്പുറത്ത് വരണമെങ്കിൽ എന്താവും? +10 അങ്ങ് -10 ആയി. പുകഞ്ഞു പോകുന്നുണ്ടോ കേൾക്കുമ്പോൾ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇതൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിനെ നമ്മൾ ഇക്വേഷൻ, പെയർ ഓഫ് ഇക്വേഷൻ എന്നല്ലേ നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ അതിലോട്ട് മാറ്റും. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ ഇനി എന്തോ പറയും. ഇതൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞതാണ്. അപ്പം 2x = എന്താവും നിങ്ങളെ? 100ൽ 10 പോയാൽ 90 ആണ് അല്ലേ. അപ്പോൾ x = 90/2 = 45. അപ്പം നമുക്ക് ഒരെണ്ണം കിട്ടി 45 അല്ലേ. എന്താ കിട്ടിയത്? എക്സ് അല്ലേ കിട്ടിയത്. ആ എക്സിനേക്കാൾ 10 കൂടുതലാണ് മറ്റേ അടുത്തത് ബ്ലാക്ക് ബീഡ്സ്.
അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സ് കിട്ടി. എക്സ് അല്ലേ കുഞ്ഞുങ്ങളെ ഇത്? എക്സ് മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞതാ കുഞ്ഞുങ്ങളെ. അതായത് വൈറ്റ് ബീഡ്സിനെ നമ്മൾ എക്സ് എന്ന പേര് കൊടുത്തു. കാരണം എത്ര എന്ന് നമുക്കറിയത്തില്ല. ഒരു പാത്രത്തിൽ മൊത്തം 100 ഉണ്ടെന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ 10 കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 100 വരണം. അപ്പം ഞാനിതൊരു എളുപ്പവഴി പറഞ്ഞതാ. എക്സും 2x പ്ലസ് 10 100. 2xനെ എന്നത് വേരിയബിൾ ഏതാണോ വരുന്നത് അതിനെ വെളിയിട്ടിട്ട് 100 മൈനസ് 10 ഈസിക്കൽ ടു 90. പിന്നെ എക്സ് ഈസിക്കൽ ടു 90/2. അപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സ് കിട്ടി. നമ്മൾ പറയുന്നു എക്സും എക്സിനേക്കാൾ 10 കൂടുതൽ. അപ്പം എക്സ് പ്ലസ് 10 45ൻ്റെ കൂടെ 10 കൂടെ കൂട്ടുമ്പം 55 കിട്ടും. അപ്പം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മൾ വൈറ്റ് ബീഡ്സ് എത്ര 45ഉം ബ്ലാക്ക് ബീഡ്സ് 55ഉം വരും. ഇതാണ് സംഭവം. ഇത് നിങ്ങൾക്ക് ചിലവർക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. 9ാം ക്ലാസ് ആയില്ലേ? അപ്പോൾ അതിൻ്റെതായ ഒരു പക്വതയൊക്കെ നിങ്ങളുടെ കണക്കിനകത്തിലും കാണുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇതൊരു എളുപ്പ വഴി പറഞ്ഞതാണ്. ഇനി നോക്കൂ നിങ്ങളെ, ഇത് ഇക്വേഷനിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെ എഴുതണമെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഞാനതൊരു എളുപ്പ വഴി പറഞ്ഞതാണ്. നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ എങ്ങനെ എഴുതുമെന്ന് അറിയോ? നോക്കിയേ, മലയാളം മീഡിയക്കാർക്കും എഴുതിയിട്ടുണ്ട്. കറുത്ത മുത്തുകളുടെ എണ്ണത്തിനെ നമ്മൾ എക്സ് എന്ന പേര് കൊടുത്തു. മുമ്പ് നമ്മൾ x+10 എന്നാണ് മറ്റേത് രണ്ടാമത്തെ കൊടുത്തു. പക്ഷേ ഇവിടെ വെളുത്ത മുത്തുകളുടെ എണ്ണം നമ്മൾ y എന്നും പേര് കൊടുത്തു. എന്താ നിങ്ങളെ? നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സിന് എക്സ് എന്നും നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സിന് വൈ എന്നും കൊടുത്തു. നമ്മൾ പറഞ്ഞു ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താ? ഇതൊക്കെ ഒരു ഫസ്റ്റ് ഇക്വേഷനായി. കാരണം എന്താണെന്നറിയോ? നോക്കിക്കേ, ഇതിനകത്തിൽ ആൾജിബ്ര അല്ലേ, വേരിയബിൾ ഉണ്ട്, പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരെണ്ണമുണ്ട്. അപ്പോൾ അതെന്താ? ഈക്വൽ ഉണ്ട്. അപ്പോൾ RHS LHS വെച്ച് അതൊരു ഇക്വേഷനായി അല്ലേ. x+y ഈസിക്കൽ ടു 100. ഇനി എന്താവും നിങ്ങളെ? ഈ ബ്ലാക്ക് എന്താ പറയുന്നത് ചോദ്യത്തിൽ? വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് ബ്ലാക്കിന് അല്ലേ. അപ്പം എന്താ? വൈറ്റിനേക്കാൾ തിരിച്ച് നമുക്ക് പറഞ്ഞുകൂടായോ? എത്ര? വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ് അല്ലേ. അപ്പം കറുപ്പിനേക്കാൾ 10 കുറവാണ് വെളുപ്പെന്ന് പറയുന്നതും രണ്ടും ശരി തന്നെ അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് വൈ ഈസിക്കൽ ടു എത്ര? 10 കേട്ടോ. 10 നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്താ ഈ ചോദ്യം ഓർത്തോ? ഇത് ഇവിടെ തെറ്റല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. x+y എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് വെച്ചാൽ കറുത്ത മുത്തും വൈ എന്ന് വെച്ചാൽ വെളുത്ത മുത്തുമാണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടി അല്ലേ. ഇനി എക്സിനേക്കാൾ എന്താ? വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പെന്ന അല്ലേ. അപ്പം നമ്മളതിനെ തിരിച്ച് പറഞ്ഞാലോ? ഹൗ മെനി ബ്ലാക്ക് ആൻഡ് ഹൗ മെനി വൈറ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഏതാ? 10 മോർ ദാൻ ബ്ലാക്ക് ദാൻ വൈറ്റ്. അപ്പം നമ്മളതിനെ എക്സ് മൈനസ് വൈ എന്ന് കൊടുത്തു 10. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ നമുക്ക് ഇക്വേഷനിലോട്ടായിട്ടുണ്ട്. ഇനി ഈ ചോദ്യം നമ്മുടെ പെയർ ഓഫ് ഇക്വേഷൻ എന്നാണ് കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ കേട്ടോ ഇക്വേഷനിലോട്ട് മാറ്റുവാണ്. അപ്പം നമ്മൾ എന്തോ ചെയ്യാൻ നോക്കണേ നിങ്ങൾ. ഇനി ഇത് എന്തോ കൂട്ടാനാണോ കുറയ്ക്കാനാണോ എന്നുള്ള ഡൗട്ട് വരുന്നതെന്ന് അറിയാം. അതുകൊണ്ട് ഈ സൈൻ നോക്കണം. ഇവിടെ പ്ലസും ഇവിടെ മൈനസും വന്നെങ്കിൽ ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കണം. വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ കുറയ്ക്കണം. അപ്പം നോക്കാം, x+y മൈനസ് വന്ന എങ്ങനെയാണെന്ന് മനസ്സിലായേ? ഇത് ഡിഫറൻറ്റ് സൈൻ ആയതുകൊണ്ടാണ്. മൈനസ് എക്സ് മൈനസ് വൈ. ഈ എക്സ് മൈനസ് വൈ ഇതിനെ ഇത് കുറച്ച് കാണിക്കുന്നു. ഈക്വൽ 100 കേട്ടോ. ഈ x+y എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരുന്നു? 100 അല്ലേ. പിന്നെ x-y എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കുറച്ച് കാണിച്ചു. അപ്പം നമുക്ക് എത്ര കിട്ടി? 90 കിട്ടി. ഇതിനകത്തിൽ സംശയമുണ്ടോ നിങ്ങൾ? ഇത് എവിടെ നിന്ന് എങ്ങനെയും വന്നെന്ന് സംശയമുണ്ടോ? ഇതിന് സംശയമില്ലല്ലോ. x+y 100 ആണ്. അതിൽ നിന്നും x-y 10 കുറയ്ക്കുമ്പോൾ നമുക്ക് 90 കിട്ടി. ഇനി നോക്കണേ, ഇത് ബ്രാക്കറ്റിലല്ലേ നിങ്ങൾ ഇത് എഴുതിയേക്കുന്നത്? ബ്രാക്കറ്റ്. അപ്പം മൈനസ് ഈ ബ്രാക്കറ്റിൻ്റെ അർത്ഥം കറക്റ്റ് ഇൻറ്റു എന്ന് വെക്കണം കേട്ടോ. മൈനസ് ഇൻറ്റു മൈനസ് എന്താവും നിങ്ങളെ? പ്ലസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ ഇനി അടുത്ത പെയർ ഓഫ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ അടുത്ത് നോക്കിക്കേ, x+y ഈ ചോദ്യത്തെ അതുപോലെ എഴുതി. മൈനസ് ഇനി നമ്മൾ പറഞ്ഞു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വന്നത്. ഇച്ചിരി കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഇതെങ്ങനെയാണ് വന്നതെന്ന് സംശയം വല്ലതും ഉണ്ടോ? x+y കേട്ടോ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ x+y ഈസിക്കൽ ടു 90. ഇത് നല്ലതുപോലെ അങ്ങ് പഠിക്കണം കേട്ടോ. അതായത് ഇവിടെ നോക്കിക്കേ, x+y മൈനസ് x-y നോക്കണേ നിങ്ങൾ. x+y ഞാൻ ഒന്നുകൂടെ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. x+y മൈനസ് എന്താ? x+y
അതായത് കുറയ്ക്കാനാണ്. നോക്കിയേ, എക്സ് ഞാനിവിടെ 2-3 എക്സാമ്പിൾ മേളിൽ കാണിച്ചായിരുന്നു. എക്സ് പ്ലസ് വൈ മൈനസ് എന്താവും നിങ്ങളെ എക്സ് പ്ലസ് വൈ. ഒന്ന് നോക്കിയേ, ഈ ഇവിടെ സൈൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് പോസിറ്റീവാണ്. ഇവിടെ നോക്കിയേ മൈനസ് എക്സ് പ്ലസ് വൈ, അപ്പോൾ ഇവിടെ മൈനസ് ആണ്. അതായത് എന്താ, ഇത് രണ്ടും ഡിഫറൻറ്റ് സൈനാണ്. ഡിഫറൻറ്റ് നമ്മൾ കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചതാവും നിങ്ങളെ. ഡിഫറൻറ്റ് ഇതാണ്ട് ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തത് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കണ്ടോ. ഇവിടെ ഡിഫറൻറ്റ് സൈൻ വന്ന ഒരേ അക്കങ്ങൾക്ക് ഡിഫറൻറ്റ് സൈൻ വന്നാൽ അതെന്താ വെട്ടിപ്പോവും കേട്ടോ. ഇവിടെ നോക്കിയേ, അത് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടി എഴുതിയതാ. ഇവിടെ നോക്കിയേ എക്സ് മൈനസ് എക്സ് അതെ, ഇത് ഒന്നാണ്. ഇത് ഡിഫറൻറ്റ് സൈന്, ഇവിടെ സൈൻ ഇട്ടില്ലേ അതിൻ്റെ അർത്ഥം പോസിറ്റീവ് എന്ന് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഒരുപോലെ ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ അതും വെട്ടിപ്പോവും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ വെട്ടിപ്പോവും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ആരാ ഡിഫറൻറ്റ് സൈൻ വന്നത്? നോക്കിയേ, പോസിറ്റീവ് എക്സും നെഗറ്റീവ് എക്സും അതെന്താ വെട്ടിപ്പോവും. പിന്നെ ആരുണ്ട്? വൈയും 2y കേട്ടോ. ആ 2y ആണ് ഈ 2y. 2y = 90. അപ്പോൾ y = 90/2 = 42. ഒരെണ്ണം കിട്ടി അല്ലേ. അപ്പോൾ y കിട്ടി അല്ലേ. y എത്ര ആവും നിങ്ങളിവിടെ? y = 45. അപ്പം എക്സും വൈയും കൂടെ കൂട്ടുമ്പോഴാണ് നമ്മളോട് പറഞ്ഞ എത്ര, രണ്ടും കൂടി കൂട്ടുമ്പോൾ 100 വരുമെന്നല്ലേ. അപ്പം നമുക്ക് y കിട്ടി അല്ലേ. എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് 45 = 100 അല്ലേ, 100. അപ്പം x = 100 മൈനസ് 45 = 55. ഇങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്. ഞാൻ ആ ഫസ്റ്റ് രീതി നിങ്ങൾക്ക് എളുപ്പം അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കുറച്ച് സമയം എടുത്തായാലും വേണ്ടിയില്ല, ഇതിൻ്റെ ഒരു മോഡൽ മനസ്സിലാക്കിയാൽ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റരുത്. നിങ്ങൾ വേണേ ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ച് ഇവിടെ മനസ്സിലാക്കുക. ഞാനൊരു ഇച്ചിരി സമയം എടുത്താൽ ഇത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ. എക്സും വൈയും എവിടെ ഉപയോഗിക്കുന്നതെന്നും ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നും കേട്ടോ. ഇവിടെ കണ്ടോ, ഈ സൈൻ വന്നതും ഇവിടെ എങ്ങനെ വന്നെന്നും ഒക്കെ നല്ലതുപോലെ ഒന്ന് അറിയണം കേട്ടോ. ഇത് നമ്മുടെ ഇക്വേഷനിലോട്ട് മാറ്റണം എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്പ്ലിറ്റ് ചെയ്ത്. അല്ലെങ്കിൽ നമ്മൾ എന്താ ഈ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇത് കിട്ടും, ആൻസർ തന്നെ ഇങ്ങനെ കിട്ടും കുഞ്ഞുങ്ങളെ കേട്ടോ. അതുകൊണ്ട് എന്താ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ആദ്യത്തെ കണക്കല്ലേ. ആദ്യമായിട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു വലിയ പാടായിട്ടൊക്കെ തോന്നുമായിരിക്കും. ഒരു 5-6 ചെയ്യുമ്പോൾ പിന്നെ ഇതങ്ങ് ശീലമോ, ഇതിങ്ങനെ കേട്ടോ ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ നോക്കാം. അപ്പോൾ നോക്കി നിങ്ങളെ, രണ്ടാമത്തെ ചോദ്യം. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000 rupees. ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ആൻഡ് 4 ചെയർ ഈസ് 14,000 rupees. വാട്ട്സ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ചോദ്യം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ കേട്ടോ. ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി, ചോദ്യം ഇംഗ്ലീഷ് മീഡിയക്കാർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മലയാളം നോക്കണേ നിങ്ങൾ കേട്ടോ. ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി, രണ്ടിനും കൂടിയാണ് 11,000 രൂപയാണ് വില. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി, നോക്കണേ ഫസ്റ്റ്, ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടിയാണ് 11,000 രൂപ അല്ലേ. എന്നാലോ ഒരു മേശയ്ക്ക് 4 കസേരയ്ക്കും കൂടി 14,000 രൂപയും. ഓരോന്നിൻ്റെയും വില എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓരോന്നിൻ്റെയും വില എത്രയാണെന്ന്, അതായത് നമുക്ക് മൊത്തം വില തന്നിട്ടുള്ളൂ, ഓരോന്നിനും എത്രയാണെന്ന് തന്നിട്ടില്ല. അപ്പം നമ്മൾ മുമ്പ് ചെയ്ത പോലെ ചെയ്താൽ പോരെ കുഞ്ഞുങ്ങൾ. എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് എ ടേബിൾ, ഒരു ടേബിളിൻ്റെ വില എത്രയാണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ₹X എന്ന് കൊടുത്തു, എക്സ് എന്ന വില കൊടുത്തു അല്ലേ. അതായത് ഒരു മേശയുടെ വില. പ്രൈസ് ഓഫ് എ ചെയർ, ഒരു കസേരയുടെ വില എത്രയാണെന്ന് നമുക്കറിയത്തില്ല. കസേരയ്ക്ക് നമ്മൾ Y എന്ന പേരും കൊടുത്തു അല്ലേ. അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ? പെയർ ഓഫ് ഇക്വേഷൻ. ഇക്വേഷനിലോട്ട് ഇത് മാറ്റി ചെയ്യണം. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? നോക്കൂ നിങ്ങളെ, എക്സിന് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേശയാണ്, വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കസേരയാണ് അല്ലേ. മേശയും കസേരയും അല്ലേ. അപ്പം നമ്മൾ എക്സ് പ്ലസ് വൈ രണ്ടിനും കൂടി 11,000 അല്ലേ, 11,000 അല്ലെങ്കിൽ 11,000 അല്ലേ. നോക്കിക്കേ, 11,000 കണ്ടോ. അത് ഒന്നാമത്തെ ഇക്വേഷൻ. പെയർ ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികളല്ലേ. അപ്പം നമ്മൾ അതിനെ ഒരെണ്ണം എടുത്തു. രണ്ടാമത് നോക്കിയേ, ഒരു മേശയ്ക്കും, രണ്ടാമത് അവർ പറഞ്ഞത് ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും കൂടി. നോക്കണേ, പ്ലസ് വന്ന് എന്തോ നിങ്ങളെ ടുഗദർ, രണ്ടും കൂടി അല്ലേ, രണ്ടും കൂടി വന്നത് കൊണ്ടാണ് കേട്ടോ. രണ്ടും കൂടി എത്രയാണെന്ന്, എത്ര 14,000 രൂപയാണ് രണ്ടും കൂടി കിട്ടിയതെന്ന്, 14,000. ഓക്കെ ആണോ? അപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി, പെയർ ഓഫ് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ നോക്കിയേ, ഇതിൽ നിന്ന് ഇത് കുറച്ച് കാണിക്കണം അല്ലേ. എങ്ങനെയാ?
നമ്മളത് പറഞ്ഞു. രണ്ടാമത്തേക്ക് എന്ന് വെച്ചാൽ 14,000വും 11,000 നോക്കൂ നിങ്ങളെ, വലുത് ഏതാണ്? 14,000 ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് 14,000 എഴുതാം. ഏതാ? അതായത് ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 കേട്ടോ. തിരിച്ചെഴുതിയാൽ എന്താ നമുക്ക് നിങ്ങൾക്ക് തെറ്റുമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ എഴുതിയത്. എന്താ 14,000ത്തിൽ നിന്ന്, അതായത് ഇക്വേഷൻ തിരിച്ചെഴുതുക. അതായത് x+4y ഈക്വൽ ഇക്വേഷൻ ആവുന്ന ഈക്വൽ കണ്ടോ. അതിനകത്തിൽ എന്തൊക്കെയുണ്ട്? വേരിയബിളും കോൺസ്റ്റൻറ്റും ഈക്വലും ഒക്കെ ഉണ്ട് അല്ലേ, അതുകൊണ്ടല്ലേ ഇക്വേഷൻ ആയത്. x+4y ഈസിക്കൽ ടു 14,000 മൈനസ് എന്താ x+y ഈസിക്കൽ ടു 11,000. ഓക്കെ ആണോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു ക്ലൂ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി കുഞ്ഞുങ്ങളെ. ഒരേപോലെ വരുന്ന സംഖ്യകളുണ്ടല്ലോ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതിന് എക്സും ഒരേപോലെ വരികയാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, അതങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. എപ്പം നിങ്ങൾക്ക് കണക്കിനകത്തിൽ ഇങ്ങനെ വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരേപോലെ വരുന്ന ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളഞ്ഞിട്ട് നോക്കി അടുത്ത 4y വൈയും എന്തോ ചെയ്യാനാ, കുറയ്ക്കാനാണേ. 4y നിന്ന് ഒരു y അങ്ങ് പോയാൽ അത് സംശയം ഉണ്ടെങ്കിലേ നോക്കൂ നിങ്ങളെ, 4 1 പിന്നെ എത്ര 2 3 4 വൈയിൽ നിന്നും ഒരു y അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 3y ആണല്ലേ, 3y. ഇതൊന്നും പറയേണ്ടതെന്ന് അറിയാം, എന്നാലും അങ്ങ് പറഞ്ഞാൽ 4y മൈനസ് y 3y ഈസിക്കൽ ടു 14,000ത്തിൽ നിന്ന് 11,000 പോയി കഴിഞ്ഞാൽ ബാക്കി 3,000 ആണ്. അപ്പം 3y ഈസിക്കൽ ടു 3,000 കിട്ടി. ഓക്കെ ആണോ? ഇത് തിരിച്ചെഴുതിയതൊക്കെ ഓർത്തോണ്ടാവും നിങ്ങളെ. ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ കുറയ്ക്കാൻ വയ്യാത്തതുകൊണ്ടാണ് തിരിച്ച് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചത് കേട്ടോ. 3,000 വന്നത് ഓക്കെയാണോ? 3y ഈ ഒരേ സംഖ്യ എല്ലായിടവും നമ്മൾ മുമ്പ് ചെയ്ത കണക്കിനകത്തിലും എന്താണ് ഒരേ സംഖ്യകൾ വരുന്നുണ്ട് അല്ലേ, അതിനെയാണ് നമ്മൾ വെട്ടിയത്. നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അതെന്ത് മുമ്പ് നമ്മൾ ചെയ്തതും അതുപോലെ തന്നെയായിരുന്നു. ഇവിടെ നമ്മൾ നേരെ ഒരേ സംഖ്യകൾ വരികയാണെങ്കിൽ ഒരേപോലത്തെ വരുന്നത് എന്താ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ടുള്ള കണക്കിൽ നിങ്ങൾക്ക് അത് നല്ലപോലെ മനസ്സിലാവും. അപ്പോൾ നോക്കി കുഞ്ഞുങ്ങളെ, ഇവിടെ ഒരേപോലെയുള്ളത്. അപ്പോൾ 3y ഈസിക്കൽ ടു വൈയുടെ വിലയാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ 3y ഈസിക്കൽ ടു 3,000. 3y ഈസിക്കൽ ടു 3,000 ആകുമ്പം y ഈസിക്കൽ ടു 3,000/3 ആണ് കേട്ടോ. ഈ എന്ന് വെച്ചാൽ ഇത് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ 3,000നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,000 കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? y എന്ന് പറയുന്നത് നമുക്ക് 1,000 കിട്ടി. y എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? കസേരയാണ്. ഒരു കസേരയുടെ വില നമുക്ക് 1,000 രൂപ ആയി അല്ലേ. കസേരയുടെയും മേശയുടെയും വിലയാണ് എത്ര പറഞ്ഞത്? 11,000 പറഞ്ഞത്. അപ്പോൾ ഒരു കസേരയ്ക്ക് 1,000 ആണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? അത് നമുക്ക് ഇക്വേഷനിൽ തന്നെ എഴുതണം. ഏതാ? x+y എന്ന് പറഞ്ഞതായിരുന്നു എന്താ 11,000 എന്ന് പറയുന്നത് അല്ലേ. എക്സും വൈയും കൂടി, അതായത് മേശയും കസേരയും കൂടെ കൂട്ടിയപ്പോഴാണ് 11,000 വന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ ഒരു കസേരയുടെ കിട്ടി അല്ലേ. അപ്പോൾ x+1000 ഈസിക്കൽ ടു 11,000. അപ്പോൾ x ഈസിക്കൽ ടു എന്താ ഈക്വൽ കഴിഞ്ഞിട്ടുള്ളത് വേണേ കുഞ്ഞുങ്ങളെ ഫസ്റ്റ് എഴുതാൻ. തെറ്റ് നിങ്ങൾക്ക് എവിടെ തെറ്റും എന്നുള്ളിടത്താണ് ഞാൻ എടുത്തൊന്നും കൂടി പറയുന്നത്. നിങ്ങൾ വിചാരിക്കുക x ഈസിക്കൽ ടു 1000 എന്നൊക്കെ അങ്ങനെ എഴുതരുത്. ഈക്വല് നമ്മൾ x ഈസിക്കൽ ടു ഈക്വല് കഴിഞ്ഞിട്ട് എന്താണോ കിടക്കുന്നത് അത് വേണം ഫസ്റ്റ് എഴുതാൻ കേട്ടോ. 11,000 ഈ പ്ലസ് 1,000 ഇപ്പുറത്ത് വന്നപ്പം മൈനസ്, അതറിയാമല്ലോ. LHS RHSും LHSനെ ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ സൈൻ അങ്ങ് മാറും കേട്ടോ. ലെഫ്റ്റ്, അതായത് ഈക്വലിന് ലെഫ്റ്റിൽ കിടക്കുന്നതിനെ നമ്മളെടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ സൈൻ നേരെ അങ്ങ് മാറും കേട്ടോ. അപ്പോൾ ഇത് പോസിറ്റീവ് അല്ലെ പ്ലസ് 1,000 എന്നുള്ളത് -1,000 ആയി. 11,000ത്തിൽ നിന്ന് 1,000 പോയാൽ എക്സിൻ്റെ വില എത്ര കുഞ്ഞുങ്ങളെ? 10,000 രൂപയാണ് എക്സ് എന്ന് വെച്ചാൽ ഇവിടെ എന്തുമായിരുന്നു? മേശയായിരുന്നു കേട്ടോ. മേശയുടെ വില 10,000 രൂപ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ആ രണ്ട് കണക്ക് നല്ലതുപോലെ മനസ്സിലായോ? നമ്മൾ വാരി വലിച്ചൊന്നും പറയുന്നില്ല, പ്രധാനപ്പെട്ട കണക്കുകളിലോട്ട് തന്നെ പോകുന്നത് കേട്ടോ. അത് മാത്രം നോക്കണേ. 2 ഓക്കെ ആണല്ലോ. അപ്പം നോക്കി കുഞ്ഞുങ്ങളെ, മൂന്നാമത്തെ കണക്ക്. ഓരോ കണക്കും നോക്കി മനസ്സിലാക്കി ചെയ്ത് പഠിക്കണം കേട്ടോ. കണക്കുകൾ എപ്പോഴും ചെയ്ത് വേണം കുഞ്ഞുങ്ങളെ പഠിക്കാൻ. മറ്റുള്ളവർ നിങ്ങൾ ആരുടെയോ ക്ലാസ് കണ്ടു, അത് കണ്ടുകൊണ്ടിരിക്കുകയല്ല, ചെയ്ത് പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. 9ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇംഗ്ലീഷ് വായിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് കേട്ടോ, ഞാൻ എളുപ്പ വഴിയിലാണ് ഞാൻ എല്ലാ കണക്കും ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. എളുപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കൂ നിങ്ങൾ. ഇവിടെ മൂന്നാമത്തെ കണക്ക് 1, 2 മനസ്സിലായോ? നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ നിങ്ങളെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓഫ് 2 നമ്പേഴ്സ് ദ ലാർജർ വൺ ഈസ് 5 ടൈംസ് ദ സ്മാളർ വൺ.
ആൻഡ് സബ്ട്രാക്റ്റിംഗ് ദ സ്മാളർ ഫ്രം ദ ലാർജർ ഗീവ്സ് 32. വാട്ട് ആർ ദ നമ്പേഴ്സ് എന്ന് വെച്ചാൽ രണ്ട് സംഖ്യകളിൽ വലുത് ചെറുതിൻ്റെ 5 മടങ്ങാണെന്നാണ് കേട്ടോ. രണ്ട് സംഖ്യകളുണ്ട്, അതിൽ വലിയ സംഖ്യ ഈ ചെറുതിൻ്റെ 5 മടങ്ങാണെന്ന്. അങ്ങനെയാണെങ്കിൽ വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ നമുക്ക് 32 എന്ന സംഖ്യ കുറച്ചാൽ 32 കിട്ടുമെന്ന. വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ 32 കിട്ടുമെന്ന്. എന്നാൽ സംഖ്യ ഏതാണ്? സംഖ്യ എന്താണ്? എന്താവും നിങ്ങളെ അവിടെ നോക്കിയേ. ലാർജ് നമ്പർ എത്ര എന്ന് നമുക്ക് അറിയത്തില്ല. അറിയാമോ? ലാർജ് നമ്പർ എത്ര എന്ന് അറിയത്തില്ല, സ്മാളർ നമ്പറും എത്ര എന്ന് അറിയത്തില്ല, സംഖ്യകൾ ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത അല്ലേ ഇതിൻ്റെ. അതായത് അപ്പം നമുക്ക് ചെറിയ രണ്ട് സംഖ്യകളിൽ വലുത് ചെറുതിൻ്റെ 5 മടങ്ങാണെന്ന് പറയാം. ചെറുതിൻ്റെ 5 മടങ്ങ്. അപ്പം ചെറുത് എത്രയാണെന്ന് അറിയത്തില്ല. അപ്പം ചെറിയ സംഖ്യയെ നമുക്ക് അറിയാൻ വയ്യാത്ത സംഖ്യയെ എക്സ് എന്ന പേര് കൊടുക്കുക. ഇവിടെ ഞാൻ വൈ എന്നൊക്കെ എഴുതി കേട്ടോ, വേറെ രീതി ചെയ്യാൻ നോക്കിയത്. പക്ഷേ അതിലും കുറച്ചുകൂടി എളുപ്പവഴി നോക്കിയോ നിങ്ങളെ. ചെറിയ സംഖ്യ ഏതാണോ അറിയാൻ വയ്യാത്തത് അതിനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുക. ആ ചെറുതിൻ്റെ 5 മടങ്ങാണ് അല്ലേ. വലുത് ചെറുതിൻ്റെ 5 മടങ്ങാണെന്നല്ലേ. അപ്പം നമുക്ക് എന്താ, വലുതിനെ നമുക്ക് 5x എന്ന് കൊടുക്കാം അല്ലേ. അതിൻ്റെ 5 മടങ്ങാണെന്നാ, 5 ടൈംസ് അല്ലേ, 5 മടങ്ങാണെന്ന് പറയുന്നു. 5 ടൈംസ് എന്ന് വെച്ചാൽ 5 മടങ്ങ്, 5 വെട്ടം എന്ന് നമ്മൾ പറയത്തില്ലേ. ഏതാ കേട്ടോ. അപ്പം ഇത് ഓക്കെ ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ. നിങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? ഏതാണോ അറിയാൻ പറ്റും. ഇവിടെ ഓക്കെ, വലുത് ചെറുതിൻ്റെ 5 മടങ്ങാണെന്നാ അല്ലേ. ചോദ്യം ആകെ 5 ടൈംസ് ദ സ്മാളർ 1 കേട്ടോ. ആ ഒരു അവിടെയാണ് ആ ഇത് ആൻസർ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയേണ്ടത് കേട്ടോ. മനസ്സിലായോ? അപ്പം ഈ വലുത് ചെറുതിൻ്റെ 5 മടങ്ങാണ്. ഈ വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 32 കിട്ടുമെന്ന്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. സംഖ്യ ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല, നമ്മൾ അതിനെ എക്സ് എന്ന് കൊടുത്തു അല്ലേ. ഇനി അതിൻ്റെ കൂടെ 5 ടൈംസ് കേട്ടോ. വലുത് ചെറുതിൻ്റെ 5 മടങ്ങാണെന്ന് പറയുന്നതുകൊണ്ടാണ് ഈ 5 വന്നത് കേട്ടോ. വലുത് ചെറുതിൻ്റെ 5 മടങ്ങാണെന്നുണ്ട് 5x. ഓക്കെ ആണല്ലോ. ആ 5xൽ നിന്ന് എക്സ് അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് അവർ പറഞ്ഞാൽ 32 കിട്ടുമെന്ന് കേട്ടോ. 5 എന്നൊക്കെ അറിയാമേ. ഓക്കെ. അപ്പോൾ 5xൽ നിന്ന് എക്സ് അങ്ങ് പോയാൽ എത്ര ആവും നിങ്ങളെ? 5x ഉണ്ട്. 5xൽ നിന്ന് 1x അങ്ങ് പോയാൽ ബാക്കി 4x ആണ്. 4x = 32. അപ്പോൾ x = 32 ഡിവൈഡ് 4 8. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? x 8 കിട്ടി അല്ലേ. x എത്ര നിങ്ങൾ 8ൻ്റെ സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 5x × 5 × x അല്ലേ. 5x 5 × എത്ര 8 40 ലാർജ് നമ്പർ. കണ്ടോ? കാണുമ്പോൾ നമുക്ക് എന്തോ വലിയ ചോദ്യമാണെന്ന് വിചാരിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഈ 3 കണക്ക് മനസ്സിലായോ? രണ്ടായാലും നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണ്ടേ നിങ്ങളെ. നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് വേണം ബാക്കി ചോദ്യം എനിക്ക് ഇടാൻ കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ നിങ്ങളെ. താങ്ക് യു വെരി മച്ച്.